ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ് വെച്ചൊരു ഷെയ്ക്ക് എഫക്റ്റ് വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ടോ. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു തരാം. ഇതിനകത്ത് നമ്മൾ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് പ്രീസെറ്റ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഫോട്ടോസുകൾ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാതെ പോലെ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ ആണ്. നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലേക്ക് കാണാൻ സാധിക്കുക. 3-ാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ആ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലിങ്ക് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ലിറിക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ 2 സെക്കൻഡ്, 15 മില്ലി സെക്കൻഡ്, ഒരു 4 ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളിടത്തെല്ലാം ഓരോ റെഡ് ലൈൻ മാത്രമേ കാണത്തുള്ളൂ. ഇവിടെയൊക്കെ നമുക്ക് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. എൻഡ് വരെ കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം നമ്മൾ ഗ്രൂപ്പിനകത്ത്, അതായത് സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഗ്രൂപ്പിനകത്ത് ഫോട്ടോസുകൾ എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന 4 ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവിടെ എത്തുക. ആദ്യം വന്ന ശേഷം ടൈം എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ്, 15 മില്ലി സെക്കൻഡിൻ്റെ 4 ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഗ്രൂപ്പ്, ഫസ്റ്റിലത്തെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. താഴെ എഡിറ്റ് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. കൊടുത്ത ശേഷം ഇവിടെ 2 ഗ്രീൻ ലെയർ കാണാൻ സാധിക്കും. ഇവിടെ താഴെ ഫോട്ടോ എന്ന് പറഞ്ഞൊരു ലെയർ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നിടത്ത് നമ്മുടെ ഗാലറി ചെല്ലുന്നതാണ്. ഇവിടെ നിങ്ങൾ നോർമലായിരിക്കുന്നൊരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം ബാക്ക് അടിക്കുന്നേരത്ത് നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന സ്റ്റാർട്ടിങ്ങിൽ 4 ഗ്രൂപ്പിനകത്ത് ഫോട്ടോസുകൾ ചേഞ്ച് ആകുന്നത് കാണാൻ സാധിക്കും. ആദ്യം ഇതിൽ ഫോട്ടോ ചേഞ്ചായി. അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രൂപ്പും ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ഗ്രൂപ്പൊക്കെ എടുത്ത ശേഷം ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ എന്നുള്ള ലെയർ ക്ലിക്ക് ചെയ്യുക. കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഗാലറി ചെല്ലുന്ന ഇവിടെ നമ്മൾ സെക്കൻഡ് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഫോട്ടോ സെയിം കൊടുത്താലും കുഴപ്പമില്ല. ഫോട്ടോ ചെറുതാണെങ്കിൽ ബാക്ക് അടിച്ചിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫർ ഉപയോഗിക്കുക. അതിനകത്ത് ഫസ്റ്റത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ ഇങ്ങനെ നേരെയാക്കി കൊടുക്കാൻ സാധിക്കുന്നതാണ്. പറഞ്ഞ് മനസ്സിലായല്ലോ. 2 ഗ്രൂപ്പ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കി 2 ഗ്രൂപ്പിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പറഞ്ഞ് മനസ്സിലായല്ലോ. 4 ഗ്രൂപ്പിനകത്തും 4 ഫോട്ടോസ് കൊടുക്കുക, അല്ലെങ്കിൽ സിംഗിൾ ഫോട്ടോസുകൾ കൊടുക്കുക. 3 സെക്കൻഡ്, 0.3 മില്ലി സെക്കൻഡ് മുതൽ നമ്മൾ നോർമൽ അയക്കുന്ന ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ചെല്ലുക. നമ്മൾ ഗാലറിയിലുള്ള ഓരോ ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് സ്ക്രീൻ ഫിറ്റാകുന്ന വെക്കുക. നെക്സ്റ്റ് റെഡിനകത്ത് റൈറ്റ് സൈഡിൽ കട്ട് ചെയ്ത് കളയും. ഇതുപോലെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് ആഡ് ചെയ്യുന്ന ഫോട്ടോ ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എൻഡ് വരെ കറക്റ്റായിട്ട് ആദ്യം ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. എൻഡ് വരെയും കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് ഞാൻ റിപ്പീറ്റ് ഫോട്ടോ കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾ ചേഞ്ച് ചെയ്ത് ഫോട്ടോസുകൾ കൊടുക്കുക. എൻഡ് വരെ കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന് ഇതിൽ കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം സ്റ്റാർട്ടിങ് വരിക. നമ്മൾ ഫസ്റ്റിലേക്ക് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ, ഗ്രൂപ്പ് കഴിഞ്ഞ് വരുന്ന ടൈം 3 സെക്കൻഡ്, 0.3 മില്ലി സെക്കൻഡ് എത്തിയിട്ട് നമ്മൾ ഫോട്ടോയുടെ താഴേക്ക്, ഫസ്റ്റ് ഫോട്ടോയുടെ താഴെ ഗ്രീൻ ലെയർ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കോപ്പി ലെയർ എന്ന് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കോപ്പി ലെയർ വേണം സെലക്ട് ചെയ്യാൻ. അതിനുശേഷം അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് ആയി കിടന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കളറിങ് ടൈമും എനേബിൾ ചെയ്ത ശേഷം മാത്രം പേസ്റ്റ് ചെയ്യുക. കളറിങ് ടൈമും എനേബിൾ ചെയ്ത ശേഷം മാത്രം പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് ഫോട്ടോ, അപ്പോൾ ഫസ്റ്റ് ഫോട്ടോയ്ക്ക് നമുക്ക് എഫക്റ്റ് കിട്ടി. അതിനുശേഷം സെക്കൻഡ് ഫോട്ടോയിൽ കൊടുക്കരുത്. അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേജ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഫോട്ടോയിൽ കൊടുക്കരുത്. അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോ. പറഞ്ഞ് മനസ്സിലായല്ലോ. ഒന്നിടത്തുള്ള ഫോട്ടോയിൽ കറക്റ്റായിട്ട് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുക. പേജ് സ്റ്റൈൽ കൊടുത്താൽ മാത്രം മതി. ആദ്യത്തെ ഫോട്ടോയ്ക്ക് മാത്രം കളറിങ് ടൈമും കൊടുക്കാൻ ശ്രദ്ധിക്കുക.
എൻഡ് വരെ കൊടുക്കരുത്. 12 സെക്കൻഡ് 45 മില്ലി സെക്കൻഡ് വരെ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അതായത് ഒന്നിട്ടുള്ള ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് ഫോട്ടോ ചേഞ്ച് കൊടുക്കുക. ഇവിടെ 12 സെക്കൻഡ് 45 മില്ലി സെക്കൻഡ് വരെ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക. നമ്മൾ ഇടയ്ക്ക് ഓരോ ഫോട്ടോ വിട്ടിട്ടല്ലേ ചെയ്യുന്നത്. ആ ഫോട്ടോയിൽ അടുത്തായിട്ട് എഫക്റ്റ് കൊടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഫോട്ടോയിൽ സെക്കൻഡ് ഫോട്ടോയിൽ താഴെയായിട്ട് ഒരു ഗ്രീൻ ലെയർ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മുമ്പ് ചെയ്ത പോലെ തന്നെ കോപ്പി ലെയർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇടയ്ക്ക് വിട്ടിരിക്കുന്ന ഫോട്ടോയിൽ മാത്രം ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഫോട്ടോയിൽ മാത്രം പേജ് സൈഡിൽ കാണുന്ന ആരോ ബട്ടൺ കളറിന് ടൈം ചെയ്തിട്ട് മാത്രം പേസ്റ്റ് കൊടുക്കുക. ഫസ്റ്റ് ഫോട്ടോയിൽ മാത്രം. അത് കഴിഞ്ഞ് ഫോട്ടോ സൈഡിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് മാത്രം ഫോട്ടോ നേരാക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് ഇടയ്ക്കുള്ള ഫോട്ടോയിൽ നമ്മൾ ഓൾറെഡി ആദ്യത്തെ എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇടയ്ക്ക് വരുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. പേജ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. പറഞ്ഞ് മനസ്സിലായല്ലോ. ഇതുപോലെ കറക്റ്റായിട്ട് പേജ് സ്റ്റൈല് കറക്റ്റായിട്ട് കൊടുക്കുക. എവിടെ വരെ കൊടുക്കണം? 12 സെക്കൻഡ് 45 മില്ലി സെക്കൻഡ് വരെയുള്ള ഇടയ്ക്ക് വിട്ടിരിക്കുന്ന ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക. ആദ്യത്തെ എഫക്റ്റ് നമ്മൾ ആദ്യത്തെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കൊടുക്കുന്നത് ഇടയ്ക്ക് പോയിരിക്കുന്ന ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക. 12 സെക്കൻഡ് 45 മില്ലി സെക്കൻഡ് വരെയും കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം 12-45 മില്ലി സെക്കൻഡിന് ശേഷം താഴെ കൊടുത്തിരിക്കുന്ന, അതായത് അത് കഴിഞ്ഞ് ഒരു ഗ്രീൻ ലെയർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഫോട്ടോയൊക്കെ ആഡ് ചെയ്യുന്ന മുമ്പായിരുന്നു ഗ്രീൻ ലെയർ കാണാൻ സാധിക്കും. ഇതുപോലെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആ ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക. ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കോപ്പി ലെയർ സെലക്ട് ചെയ്ത ശേഷം ഇതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ, അതായത് 12 സെക്കൻഡ് 45 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് ചെയ്യുന്ന ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കളറിൻ ടൈമും എനേബിൾ ചെയ്തിട്ട് മാത്രം പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ എഫക്റ്റ് അവിടെ ആഡ് ആകുന്നതായിരിക്കും. അതിനുശേഷം ബാക്കി എൻഡ് വരെയുള്ള ഫോട്ടോകൾക്ക് കറക്റ്റായിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. പേജ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. പേജ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ എൻഡ് വരെയുള്ള എല്ലാ ഫോട്ടോക്കും കറക്റ്റായിട്ട് കൊടുക്കുക. ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല. നിങ്ങൾ എൻഡ് വരെയുള്ള എല്ലാ ഫോട്ടോയ്ക്കും ഇതുപോലെ പേജ് സ്റ്റൈൽ കൊടുക്കുക. പറഞ്ഞ് മനസ്സിലായല്ലോ. എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാതാരും പോലെ ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലും വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട്. സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ HD ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നെക്സ്റ്റ് പേജ് ഒന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.